രക്ഷിതാക്കളോട് അവസാനമായ ഒറ്റ വാക്ക് മാത്രമേ പറയാണ്. ഇവിടെ പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ലഹരിയുടെ വ്യാപനം, കുട്ടികളുടെ പെരുമാറ്റത്തിലുള്ള പ്രശ്നം, അവരുപയോഗിക്കുന്ന വാക്കുകളിലെ പ്രശ്നം, അവർ ജീവിതത്തെ കാണുന്ന രീതികളിലെ പ്രശ്നം, ഇതൊക്കെ നമ്മൾ ഈ മതത്തിനതീതമായി എല്ലാവരുടെയും കൺസേൺ ആണ്. ഞാൻ ചോദിക്കുകയാണ്, രക്ഷിതാക്കളെ നിങ്ങൾ നിങ്ങളുടെ നെഞ്ചത്ത് കൈവച്ച് ചോദിക്കുക, ഇത് പ്രശ്നമല്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ പുതിയ തലമുറയുടെ ഈ പോക്കിൽ പ്രശ്നമില്ല എന്ന് തോന്നുന്ന ആളുകൾ വളരെ ചുരുക്കമായിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ, ഈ കുറച്ച് നൂറ്റാണ്ട് അപ്പുറത്ത് ജീവിക്കുന്നവരൊഴികെ. അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, ഇത് യാദൃശ്ചികമായി സംഭവിച്ചതല്ല. ഇത് മാത്രമേ ഞങ്ങളിപ്പോൾ പറയുന്നുള്ളൂ. ഇത് യാദൃശ്ചികമായി സംഭവിച്ചതല്ല. പെട്ടെന്ന് അവർക്ക് വെളിപാട് വന്നിട്ട് അങ്ങനെയുള്ള ഒരു വാക്കുകൾ ഉപയോഗിക്കുന്നതല്ല, അത്തരത്തിലുള്ള ചിന്താഗതികൾ ഉണ്ടാകുന്നതല്ല. ഇത് വളരെ സിസ്റ്റമാറ്റിക്കായി സോഷ്യൽ മീഡിയകളിലൂടെ, ടെക്സ്റ്റ് ബുക്കുകളിലൂടെ അവരെ സ്കൂളിൽ നിന്നടക്കം പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവരങ്ങനെ സംസാരിക്കുന്നത്, അവരങ്ങനെ ചിന്തിക്കുന്നത്, അവരങ്ങനെ പെരുമാറുന്നത്. ഇത് യാദൃശ്ചികമല്ല എന്ന് മാത്രം ഞങ്ങൾ പറഞ്ഞു നോക്കാണ്. അതിനെക്കുറിച്ചാണ് ഞങ്ങൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനെക്കുറിച്ചാണ് ജെൻഡർ വിഷയത്തിൽ ഞങ്ങൾ പറഞ്ഞത്, അതിനെക്കുറിച്ചാണ് സൂംബ വിഷയത്തിൽ ഞങ്ങൾ പറഞ്ഞത്. അവഗണിക്കുകയാണെങ്കിൽ അവഗണിച്ചോളൂ, പക്ഷേ നിങ്ങൾ തന്നെ കുറച്ച് കഴിയുമ്പോൾ തിരിഞ്ഞു നിന്നുകൊണ്ട് എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ള തിരിഞ്ഞു നോക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങളുടെ മുമ്പിൽ വരും, കരിക്കുലങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരും, സർക്കുലറുകൾ നിങ്ങളുടെ മുമ്പിൽ വരും. അന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് നിങ്ങൾ തന്നെ പറയും, അന്നേ എതിർക്കേണ്ടതായിരുന്നുവെന്ന്. അന്ന് അവധാനതയോടുകൂടി എതിർത്ത ആളുകളെ അന്ന് പുച്ഛിച്ചതിൻ്റെ ഒരു റിഗ്രറ്റ് കൂടി അത്തരക്കാർക്കുണ്ടാകും എന്ന് മാത്രമാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്.